എല്ലാവർക്കും നമസ്കാരം. ഇത് സുബിൻ യൂസഫ്, ഞാൻ ജാസ്മിൻ കരീം. കോഴിക്കോട് നടക്കുന്ന ഒരു ബിസിനസ് ട്രെയിനിങ്ങിനെ പറ്റി സംസാരിക്കുന്നതിനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വരുന്ന മാർച്ച് 24-ന് അസ്മ ടവറിൽ വെച്ചിട്ട് രാവിലെ 9 മണി മുതൽ 6 മണി വരെ ബിസിനസ് ഡിജിറ്റൽ മാസ്റ്ററി എന്ന ടോപ്പിക്കിൽ ഒരു ബിസിനസ് ട്രെയിനിങ് നടക്കുകയാണ്. അതിനകത്ത് ആ സബ്ജക്റ്റിൽ തന്നെ, ആ ടൈറ്റിലിൽ തന്നെ ഉണ്ട് എന്താണ് അതിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഒന്ന് ബിസിനസ്സാണ്, എങ്ങനെയാണ് ഈ മാറി വരുന്ന സാഹചര്യത്തിൽ ബിസിനസ് നമുക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാം, എന്തെല്ലാം സ്ട്രാറ്റജീസ് ആണ് ഉപയോഗിക്കേണ്ടത്, മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം കൺസേൺ ആവണം, പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതുപോലെ എങ്ങനെയാണ് ഒരു ബിസിനസ് സ്കില്ല്, ഒരു നെറ്റ്വർക്കിംഗ് സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, ഒരു ഓണർക്ക് വേണ്ട ഒരു ഒരു ഓണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്കിൽസ് എന്തൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള വിഷയങ്ങളായിരിക്കും ബിസിനസ് എന്നുള്ള ആ ഒരു പോർഷനിൽ കവർ ചെയ്ത് പോവുക. അതിന് അപ്പുറത്ത് ഇനി നമുക്കറിയാം, ഓൺലൈൻ ഡിജിറ്റൽ വേൾഡ് വളർന്നുകൊണ്ടിരിക്കുക, ഒത്തിരി വളർന്നു. അപ്പോൾ ആ സാഹചര്യത്തിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒരു ഡിജിറ്റൽ ബിസിനസ് എക്സ്പേർട്ട് ആയിട്ടുള്ള സുബിൻ യൂസഫിന്റെ ട്രെയിനിങ് പ്രോഗ്രാം ആഫ്റ്റർനൂൺ സെഷനിൽ ഉണ്ടായിരിക്കും. സുബിൻ, എന്തൊക്കെയാ അതിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്? വൺസ് അഗൈൻ എല്ലാവർക്കും നമസ്കാരം. ഡിജിറ്റൽ മാസ്റ്ററി എന്ന് പറയുന്ന വർക്ക്ഷോപ്പ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്തതിൻ്റെ മെയിൻ കാര്യം, പലരും ബിസിനസ്സിൽ സക്സസ് ആണ്, പക്ഷേ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ചുവട് വെക്കാനായിട്ട് പോകുമ്പോൾ എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കണം, ഇതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായ ഐഡിയ മാത്രം ആർക്കുമില്ല. ഞങ്ങൾ പല ഡിസ്കഷനിലും ഞങ്ങൾക്ക് വന്നിരിക്കുന്നതിൽ പലരും പറഞ്ഞിരിക്കുന്നത് ബിസിനസ് ഓക്കെയാണ്, പക്ഷേ ഞങ്ങൾ എവിടെയാണ് മാഡം, ഞങ്ങൾ ബിസിനസ് ഡിജിറ്റലൈസ് ചെയ്യാനായിട്ടാണ് എല്ലാവരും പറയുന്നത്, അപ്പോൾ എവിടെയാണ്? അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് തന്നെ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ബിസിനസ് ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് പോകുന്ന എല്ലാ വ്യക്തികളും പലപ്പോഴും പല ഏജൻസീസിനെ ഏൽപ്പിക്കുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. എല്ലാവർക്കും ഒരു ഫേസ്ബുക്ക് പേജോ ഗൂഗിളോ അല്ലെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റോ എല്ലാം ഉണ്ട് ഇന്നത്തെ കാലത്ത്, ഇതൊന്നും ആർക്കും ഇല്ല എന്നല്ല. പക്ഷേ എവിടെയാണ്, എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് ഡിജിറ്റലൈസ് ചെയ്യേണ്ടത്? നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ബിസിനസ് ചെയ്യുകയാണ്, പക്ഷേ ഈ പ്ലാറ്റ്ഫോമുകളും ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്? നമ്മൾ ഉപയോഗിച്ചാണ് അവരവരുടെ ബിസിനസ് നടത്തുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ സ്ട്രാറ്റജീസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് ചിലപ്പോൾ ഫേസ്ബുക്ക് ആയിരിക്കത്തില്ല ആവശ്യം, ഗൂഗിൾ ആയിരിക്കാം. പക്ഷെ അത് നിങ്ങൾ തിരിച്ചറിയാതെ ആര് പറഞ്ഞു തരും? ഗൂഗിളും ഫേസ്ബുക്കും ഒന്നും ഒരിക്കലും പറഞ്ഞു തരില്ല നിങ്ങളുടെ ബിസിനസ്സിന് ഡിജിറ്റൽ ചെയ്യാനായിട്ട് ഞങ്ങൾ മതി എന്നുള്ളതോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മതി എന്നുള്ളത്. അത് നമ്മൾ സ്വന്തമായി കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ആ കണ്ടെത്തലുകൾ നിങ്ങൾക്ക് എങ്ങനെ സാധ്യമാക്കാമെന്നുള്ളതാണ് ഞങ്ങൾ അന്നത്തെ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉദ്ദേശിച്ചത്. അതിനോടൊപ്പം തന്നെ പലർക്കും ബിസിനസ്സിൽ പലയിടത്തും സ്റ്റക്കായി നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രോത്ത് വരെ എത്തി നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ ആ സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് ജാസ്മിൻ അന്ന് മോർണിംഗ് സെഷൻ എടുക്കുക. ഡിജിറ്റൽ സെക്ഷനിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് എത്രത്തോളം സമയം വേണ്ടി വരും ഇതുപോലൊരു പ്ലാറ്റ്ഫോമിലേക്ക്, അതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം സ്റ്റാഫ് വേണ്ടി വരും, ഇതിന് നിങ്ങൾക്ക് വേണ്ടി വരുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടുന്ന സ്കിൽസ് എന്തൊക്കെയാണ്, ഇതെങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകും, ഒരു ഏജൻസിയിൽ പോയി നിങ്ങളൊരു വർക്ക് ഏൽപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്ത് ഡിജിറ്റൽ സെക്ഷനിലൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് തിരഞ്ഞെടുത്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് എത്രത്തോളം ശമ്പളം ലഭിക്കാം, ഇതുപോലുള്ള കാര്യങ്ങളെ നേരിട്ട് ഞങ്ങളുമായിട്ട് ചോദിച്ചറിഞ്ഞ് ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങളും മുന്നോട്ടുള്ള നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടുന്ന ഹെൽപ്പുകൾക്കും വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ മാർച്ച് 24-ാം തീയതി കോഴിക്കോട് വെച്ചുള്ള ആസ്മ ടവറിൽ വെച്ചാണ് പ്രോഗ്രാം. നിങ്ങൾക്ക് ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ താഴെ ഞങ്ങൾ ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങൾ, ഈ പ്രോഗ്രാമിനെ പറ്റുന്ന എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്ത് അതിന് നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിഫിക്കേഷൻസ് തരുന്നതാണ്. മറ്റെന്തെങ്കിലും ചെറിയ കുറച്ച് സീറ്റ്സേ ഉള്ളൂ, 50 സീറ്റാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യമുള്ളത്, ബിസിനസ് ട്രെയിനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടിയാൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് സ്ട്രാറ്റജീസിലേക്ക് എത്താൻ പറ്റും. കാരണം
നേരത്തെ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബിസിനസ് എന്താണ്, അതിലെ ചലഞ്ചസ് എന്താണെന്നൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സെഷനിലെ ടൈം കുറച്ചുകൂടി നല്ല എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ഇതിൽ ബുക്ക് ചെയ്ത് അതിൽ രജിസ്റ്റർ ചെയ്ത് ഡീറ്റെയിൽ കൊടുത്താൽ ബാക്കിയുള്ള സെക്കൻഡ് ലെവൽ ഫോളോ അപ്സും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോഗ്രാമിന് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രതീക്ഷിക്കണം. ഇപ്പം 3 മണിക്കൂർ ഒരു ദിവസത്തെ രാവിലത്തെ ഇപ്പം 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ സമയം കൊണ്ട് നിങ്ങളൊരു ഡിജിറ്റൽ എക്സ്പേർട്ട് ആക്കി മാറ്റാമെന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ബിസിനസ് എക്സ്പേർട്ട് ആക്കി മാറ്റാമെന്നൊന്നും അല്ല ഞങ്ങൾ പറയുന്നത്. ബിസിനസ്സിൽ നിങ്ങൾക്ക് സ്റ്റക്കായി നിൽക്കുന്ന ചില പോയിന്റ്സ് ഉണ്ടാവും, ആ സെഷൻസ് ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ച് ആ പ്ലാറ്റ്ഫോംസിനെ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണിത്. ഇതിന്റെ വർക്ക്ഷോപ്പ് മീൻസ്, അതായത് നിങ്ങൾ ഇത് എങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോംസിൽ ബിസിനസ് ചെയ്യേണ്ടത്, സ്വന്തമായിട്ട് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വീണ്ടും അടുത്ത പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഒരു അനലൈസേഷൻ ആണ് ഈ ഒരു പ്രോഗ്രാമിൽ നടക്കുക. ഇവിടെ വരുന്ന വ്യക്തികൾ നിങ്ങൾക്ക് ലാപ്ടോപ്പ് കൊണ്ടുവരാം, നിങ്ങളുടെ വെബ്സൈറ്റിന്റെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടെത്താം. അവിടെ ഒരു പ്രാക്ടിക്കൽ സെക്ഷൻസ് ആയിരിക്കത്തില്ല കൂടുതലും ഉണ്ടാകുക. കൂടുതലും ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്, അതായത് കൂടുതലും ഈ പ്രോഗ്രാം യൂസ്ഫുൾ ആവുന്നത് ബിസിനസ് ഓണേഴ്സിനായിരിക്കും. ബിസിനസ് ഓണേഴ്സ് ആണ് തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമാകുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണിത്. ഒരു കാരണവശാലും നിങ്ങളിത് മിസ് ചെയ്യരുത്. ബിസിനസ് ഓണേഴ്സും അതുപോലെ തന്നെ ലീഡിംഗ് മാനേജേഴ്സും, അതായത് നമ്മുടെ ഈ ഓണേഴ്സിന്റെ കൂടെ ഒപ്പം തന്നെ ആ ഓർഗനൈസേഷനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന മാനേജേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ പ്രോഗ്രാം വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. രജിസ്ട്രേഷൻ എമൗണ്ട് പറഞ്ഞില്ലേ, അത് 3,500 rupees രജിസ്ട്രേഷൻ എമൗണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ചോദിക്കുക. ആസ്മ ടവറിൽ വെച്ച് കാണാം. ടിൽ ദെൻ ബൈ. സൈനിങ് ഓഫ്. സുബിൻ യൂസഫ്, ജാസ്മിൻ കരീം.